വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും ധന്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ചട്ടമ്പി സ്വാമികൾക്ക് മറുപടി എന്ന എപ്പിസോഡിന്റെ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ആ ബുക്കിന്റെ അവലോകനവും അതോടൊപ്പം തന്നെ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനങ്ങളും ഈ ലോകം സൃഷ്ടിച്ചത് ഹിന്ദുമതപ്രകാരം എന്തിനാണ് എന്നും നോക്കി. അത് ചട്ടമ്പി സ്വാമികളുടെ 1-ാം അധ്യായത്തിൽ നിന്നും ഇൻട്രൊഡക്ഷനിൽ നിന്നുമായിരുന്നു. ഇന്ന് 1-ാം അധ്യായം, ക്രിസ്തുമതചേതനത്തിന്റെ 1-ാം അധ്യായത്തിൽ അദ്ദേഹം ക്രൈസ്തവർക്കെതിരെ ബൈബിളിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രത്യേകം എടുത്തു മറുപടി പറയുക എന്നുള്ളതാണ് ഉദ്ദേശം. ധാരാളം ആരോപണങ്ങൾ അദ്ദേഹം ഈ അധ്യായത്തിൽ ഉയർത്തുന്നുണ്ട്. ആ ആരോപണങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാവുന്നതാണ്. 1, ഈ ലോകം സൃഷ്ടിച്ചത് എന്തിനാണ്? അദ്ദേഹം യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിച്ചത്, അത് സ്വാർത്ഥമായ ഒരു താല്പര്യമായിരുന്നു എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതായ വാദം. അത് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നതായിരിക്കും. 2ാമത്, ലോകം സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് മാത്രമല്ല, മനുഷ്യനെ എപ്രകാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്നും അറിയാൻ മേലാത്ത 2 പേരെയാണ് ദൈവം സൃഷ്ടിച്ചത്. അവരെ സൃഷ്ടിച്ചിട്ട് അവിടെ ഏദനിലാക്കി നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു അനാവശ്യ കൽപ്പന കൊടുത്തു. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് എന്നുള്ളതായിരിക്കും നമ്മൾ 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ നോക്കുന്നത്. 3ാമത്, ലോകപ്രസിദ്ധമായ ട്രൈലാമ ക്വസ്റ്റ്യൻ. ദൈവം സർവശക്തനും ദൈവം മഹാസ്നേഹവാനുമാണെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെയാണ് കഷ്ടതകളുള്ളത്? ദൈവത്തിന് ഇടപെട്ട് ഇത് മാറ്റാനായിട്ട് കഴിയുകയില്ലേ? അല്ലെങ്കിൽ ദൈവം സ്നേഹവാനല്ലയോ എന്നുള്ളതായ ചോദ്യങ്ങൾ. അത് പഴയ പുരാതന ഗ്രീക്ക് തത്വചിന്തകന്മാർ ചോദിച്ച ചോദ്യങ്ങളാണ്. അത് ഹിന്ദുവും ചോദിക്കുന്നതാണ്. അദ്ദേഹം കൊണ്ട് കോപ്പി അടിച്ചതല്ല, മറിച്ച് അവർ തമ്മിലുള്ള തത്വചിന്തയുടെ സാമ്യമാണ്. അതും നമ്മൾ കാണുന്നതാണ്. നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഉത്തരിച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. അവിടെ പാരഗ്രാഫായിട്ട് നമ്മൾ ഉദ്ധരണികൾ കാണുന്നതാണ്. അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഞാൻ അതിന്റെ ഒരു സംഗ്രഹം പറഞ്ഞു പോവുകയാണ്. അദ്ദേഹം യെശയ്യാവ് 43:7 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത് ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. കാരണം ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മറ്റ് ആത്മാക്കളൊന്നുമില്ല എന്നുള്ളതാണല്ലോ ക്രൈസ്തവർ പഠിപ്പിക്കുന്നത്. അപ്രകാരമാണെങ്കിൽ അവർക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സ്വാർത്ഥമായ ഒരു താല്പര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ ആദ്യമേ ആരംഭിക്കുന്നത് യെശയ്യാവ് 43:7 തന്നിരിക്കുന്നതായ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലം ഇസ്രയേലിനെ സംബന്ധിച്ചുള്ളതാണ്. ഇസ്രയേലിന്റെ ഒരു സൃഷ്ടിയെപ്പറ്റി, ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ അവരുടെ ഒരു സൃഷ്ടിയെപ്പറ്റി പറയുമ്പോഴാണ് ദൈവം യെശയ്യാവ് 43:7 പറയുന്നത്. എന്നാൽ അത് അദ്ദേഹം സർവ്വപ്രപഞ്ചത്തെ പറ്റി ഉപയോഗിക്കുമ്പോൾ അത് തെറ്റല്ല. കാരണം, അല്ലെങ്കിൽ സർവ്വ മനുഷ്യനെ പറ്റിയും അത് ഉപയോഗിക്കുമ്പോൾ അത് തെറ്റല്ല. കാരണം ഇസ്രയേലിനെ പറ്റി ദൈവം എടുത്തിരിക്കുന്നത് ഒരു സാമ്പിളായിട്ടാണ്. ആ സാമ്പിളിനെ പറ്റി ദൈവം പറയുന്നത് ലോകത്തിലെ സർവ്വ മാനവജാതിയെ പറ്റിയും പറയാനായിട്ട് സാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ ചട്ടമ്പി സ്വാമികൾ തെറ്റിയിട്ടില്ല. ചട്ടമ്പി സ്വാമികൾ തെറ്റിയത് ഈ മഹത്വം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് നിർവചിക്കുമ്പോഴാണ്. മഹത്വം എന്നുള്ള വാക്ക് നമുക്ക് പല രീതിയിൽ അർത്ഥം കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഒരു രാജാവിന്റെ മഹത്വം അതല്ല ഒരു ജ്ഞാനിയുടെ മഹത്വം. അങ്ങനെ വരുമ്പോൾ അതല്ല ഒരു റെസ്ലറിന്റെ മഹത്വം. ഇപ്പൊ ഈ മഹത്വമൊക്കെ മാറി മാറി വരും ഓരോരുത്തരുടെയും പശ്ചാത്തലം അനുസരിച്ച്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്. അവിടെ ചട്ടമ്പി സ്വാമികള് നമ്മൾ തുടർന്ന് കാണും. ചട്ടമ്പി സ്വാമികൾക്ക് അവിടെ നിർവചനം തെറ്റി. ഈ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ മഹത്വം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ യെശയ്യാവ് 43 കണ്ട അത് ഇസ്രയേലിനെ പറ്റിയാണ്. അപ്പൊ ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ പ്രവാചകന്മാരിൽ പ്രവാചകനായിരുന്ന മോശ, അദ്ദേഹത്തിന് ഈ ചോദ്യം ഉയർന്നു, എന്താണ് ദൈവത്തിന്റെ മഹത്വം? അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രയേൽ ജാതിയെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച്, ഈജിപ്തിൽ നിന്ന് വിടുവിച്ച്, അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവവുമായിട്ട് അവരൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടിയുടെ ഭാഗമായിരുന്നു
മറ്റ് അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്, കാരണം അന്യ ദൈവങ്ങളില്ല, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്രകാരം ഉടമ്പടിയിൽ ഏർപ്പെട്ടതായ ജനം അതിനുശേഷം മോശ ദൈവത്തോടു കൂടിയായിരിക്കാൻ പർവ്വതത്തിലേക്ക് പോയപ്പോൾ, ബാക്കിയുള്ള കൽപ്പനകൾ സ്വീകരിക്കാനായിട്ട് പോയപ്പോൾ ഏതാണ്ട് 40 ദിവസം വൈകി തിരിച്ചു വരുവാനായിട്ട്. അന്ന് ഇസ്രായേൽ ജനം പറഞ്ഞു, ഈ മോശയ്ക്ക് എന്തു പറ്റിയെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മളെ നയിക്കാനായിട്ട് ഇനിയൊരു ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഹരോന് സ്വർണം കൊണ്ട് ഒരു കാളക്കിടാവിനെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അവർ ആ കാളക്കിടാവിനെ നമസ്കരിക്കുന്നതാണ്. അവരേർപ്പെട്ട ഉടമ്പടി 40 ദിവസത്തിനുള്ളിൽ അവർ ലംഘിച്ചു. ദൈവം കോപാകുലനായി അവരെ ശിക്ഷിച്ചു. ആ സമയത്ത് അത് കഴിഞ്ഞ് മോശ അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു. അപ്പോൾ മോശയ്ക്ക് ഉയരുന്നതായ ചോദ്യം, ദൈവം ഇസ്രായേൽ ജനത്തെ തന്റെ മഹത്വത്തിനു വേണ്ടിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, തന്റെ തേജസ്സിനു വേണ്ടിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്താണ്? അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 18 വാക്യത്തിൽ മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിന്റെ ആ മഹത്വം എന്നെ ഒന്ന് കാണിക്കണമേ. അതിന് മറുപടിയായിട്ട് ദൈവം പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ദൈവം ആ മേഘത്തിൽ വന്ന് അവിടെ നിന്നുകൊണ്ട് ദൈവം പറയുകയാണ്. ആ ദൈവം പറയുമ്പോൾ നമ്മൾക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം. അത് ദൈവത്തിന്റെ കൃപയാണ്, അത് ദൈവത്തിന്റെ കരുണയാണ്, അത് ദൈവത്തിന്റെ നമ്മളോടുള്ളതായ ദീർഘക്ഷമയാണ്, അവന്റെ നന്മയാണത്. അത് മാത്രമല്ല, അത് ദൈവത്തിന്റെ നീതിയാണ്, അത് ദൈവത്തിന്റെ സത്യമാണ്. ഒരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സകല നന്മകളുടെയും ഒരു പ്രകടനമാണ്, പ്രദർശനമാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്രകാരമാണ് നമ്മൾ മഹത്വത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആ നന്മ നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ആ നമ്മൾ എങ്ങനെ അത് സ്വാർത്ഥതയാണ്. ദൈവത്തിന്റെ മഹത്വം ഇപ്രകാരം മനസ്സിലാക്കിയത് കൊണ്ടാണ് അനേക സങ്കീർത്തനക്കാര് മോശയ്ക്ക് ശേഷമുള്ളവരും ഈ മഹത്വത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അവരെപ്പോഴും ആ നന്മയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് സങ്കീർത്തനം 85 എന്നതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ വന്നു, അവിടെ നൂറ്റാണ്ടുകളോളം താമസിച്ചു. അത് കഴിഞ്ഞിട്ടും പിന്നെ അവർ അടിമത്തത്തിൽ പോയി. അടിമത്തത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പറയുന്നതാണ്. സങ്കീർത്തനം 85 നമ്മളവിടെ കാണുന്നത് ആ ദൈവത്തിന്റെ മഹത്വം അവിടെ വസിക്കുമ്പോൾ ദൈവത്തിന്റെ സത്യം, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ഇതെല്ലാം ഒരുമിച്ച്, ദൈവത്തിന്റെ സമാധാനം, ഇതെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറുകയാണ്. ദൈവത്തിന്റെ മഹത്വം എവിടെ വസിക്കുന്നുവോ അവിടെ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ സങ്കീർത്തനം 113 നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ മഹത്വം അത് ആകാശത്തിന് മീതെയാണ് എന്ന് പറയുമ്പോൾ അടുത്തത് സങ്കീർത്തനക്കാരൻ ഉടനെ പറയുന്നത് അവൻ കുപ്പയിലുള്ളവരെ ഉയർത്തുന്നതായിട്ടാണ്, താഴ്മയുള്ളവരെ അവൻ ഉയർത്തുന്ന ഒരവസ്ഥയാണ്. അതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ദൈവത്തിന്റെ മഹത്വം, ആ കരുണയാണ് ദൈവത്തിന്റെ മഹത്വം. എന്നാൽ നമ്മളിവിടെ ഒരു കാര്യം ആലോചിക്കണം. ഈ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്നേഹത്തിന്റെ മഹത്വകരമായ ഒരു മനോഹരമായ ഒരു നിർവചനങ്ങൾ അവിടെ നമുക്ക് കാണാവുന്നതാണ്. അവിടെ സ്നേഹത്തിന്റെ ദീർഘക്ഷമ, സ്നേഹത്തിന്റെ സഹനശക്തി, സ്നേഹത്തിന്റെ ക്ഷമ, സ്നേഹത്തിന്റെ സത്യം, സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഈ സ്നേഹവും മഹത്വവും ഒരുപോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹം ഒരു ആന്തരിക നന്മയും ആ ആന്തരിക നന്മയുടെ പൊതുപ്രദർശനവുമാണ് മഹത്വം എന്ന് പറയുന്നത്. സ്നേഹവും മഹത്വവും രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്രകാരമാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ഉയർത്തിയ ചോദ്യം ഒന്നുകൂടൊന്ന് ചോദിക്കാം. ദൈവം തന്റെ സ്നേഹത്തിന് വേണ്ടി, ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി ആണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ സ്വാർത്ഥത എന്താണ്? ചട്ടമ്പി സ്വാമികൾക്ക് ഇവിടെ മറ്റ് എതിർപ്പുകൾ ഉയർത്താനായിട്ടുണ്ട്. അത് നമ്മൾ തുടർന്നുള്ളത് കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതുപോലെ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി ആത്മാക്കളെ സൃഷ്ടിച്ചപ്പോൾ അവനെ സ്തുതിക്കുവാനും അവരെ ഭയക്കുവാനും ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും വേണ്ടിയൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് നിശ്ചയമായിട്ടും കാണിക്കുന്നത് ദൈവത്തിന് തന്റെ പരിമിതിയിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന് പരിമിതി ഇല്ലായിരുന്നുവെങ്കിൽ ഈ സൃഷ്ടി ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ നിർവചനം കണ്ടു, അത് സ്നേഹമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്രകാരമാണെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നത്
ദൈവം തന്റെ സ്നേഹത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, തന്റെ സ്നേഹം നൽകുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ അത് സ്നേഹത്തിന്റെ ഒരു പരിമിതിയായിരുന്നു. ഇത് നമുക്ക് സാധാരണ ഒരു ഉദാഹരണത്തിൽ നിന്ന് ചോദിക്കാം. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ 3 കുട്ടികളുമുണ്ട് എന്ന് ചിന്തിക്കുക. അവിടെ നമ്മൾ അച്ഛനമ്മമാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒന്നാമത്തെ കുട്ടിക്ക് എന്തെങ്കിലും അപാകതയുണ്ടായിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ നിങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികളെ പറ്റി ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കും. യാതൊരു അപാകതയോ യാതൊരു കുറവോ ഒന്നാമത്തെ കുഞ്ഞിനില്ലായിരുന്നു. സ്നേഹത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ ആ വലയത്തിലേക്ക് നമ്മൾ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കുറവുണ്ടായിരുന്നത് കൊണ്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവ സ്നേഹമാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ഈ ചോദ്യം ഇവിടെ അപ്രസക്തമാവുകയാണ്. നമ്മൾ ആലോചിക്കണം, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യത്തിൽ ആദമിനെ പറ്റി സൃഷ്ടിച്ച കാര്യം പറയുമ്പോൾ ആദം ദൈവത്തിന്റെ മകൻ എന്നാണ് ലൂക്കോസ് പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ മക്കളെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മാതാപിതാക്കളുടെ ഉദാഹരണം ഉപയോഗിച്ചത്. മക്കളെ പോലെയാണ്, മക്കളെ പോലെയല്ല, മക്കളായിട്ട് തന്നെയാണ് ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ നമ്മളെ സൃഷ്ടിച്ചത് എന്ത് എന്നുള്ളത് ചോദ്യത്തിന് അവിടെ ഉത്തരമായിരിക്കുകയാണ്. എന്നാൽ ചട്ടമ്പി സ്വാമി തുടർന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതുപോലെ ദൈവം തന്റെ മഹത്വം കാണിക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ആ മഹത്വ പ്രദർശനം അല്ലെങ്കിൽ ആ മഹത്വം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ഈ സൃഷ്ടിയും ദൈവം തമ്മിലൊരു ബന്ധമുണ്ട്. ദൈവം ഈ സൃഷ്ടിയിൽ ഡിപ്പെൻഡന്റ് ആണ്. ദൈവം ഈ സൃഷ്ടിയിൽ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, ആശ്രിതനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ദൈവമായിരിക്കുവാനായിട്ട് സാധ്യമല്ല എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. വളരെ നല്ല ഒരു ന്യായമാണത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഈ ന്യായം നിലനിൽക്കണമെങ്കിൽ ദൈവം ഏകനായിരിക്കണം. എന്നാൽ വിശുദ്ധ ബൈബിളിലെ ദൈവം ത്രിയേകനാണ്. ത്രിയേകനെന്ന് നമ്മൾ പറയുമ്പോൾ ചട്ടമ്പി സ്വാമികൾ പിന്നെ ത്രിയേകത്വത്തെ പറ്റി ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾക്ക് നമ്മൾ മറുപടി പറയുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ത്രിയേകനായിരിക്കുന്ന ദൈവം അവൻ തന്നിൽ തന്നെ സ്നേഹവാനാണ്. സ്നേഹം പകരുവാനും സ്നേഹം സ്വീകരിക്കുവാനും 3 വ്യക്തികൾ ആ ദൈവം എന്നുള്ള ഏക സത്തയിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ത്രിയേകത്വത്തിലേക്ക് വരുമ്പോൾ കാണാവുന്നതാണ്. എന്നാൽ ത്രിയേകമായിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ യാതൊരു അഭാവവുമില്ലായിരുന്നു. ആ അഭാവങ്ങൾ ഒന്നുമില്ലായിരുന്നതായ പൂർണ്ണനായിരുന്ന ദൈവം തന്റെ സ്നേഹ വലയത്തിലേക്ക് നമ്മളെ സ്വീകരിച്ചതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടി എന്ത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് വിശുദ്ധ ബൈബിൾ നൽകുന്നത്. അത് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിനു വേണ്ടിയാണ്. എന്നാൽ നമ്മളിവിടെ ചോദിക്കേണ്ടത്, ചട്ടമ്പി സ്വാമികളെ പോലെ പണ്ഡിതനായിരുന്ന ഒരാള് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്തിനാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു, ചട്ടമ്പി സ്വാമികളുടെ നിർവചനത്തിന്റെ പ്രശ്നമാണ്. മഹത്വം എന്താണ് എന്ന് അദ്ദേഹം നിർവചിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ മറ്റൊരു പാരഗ്രാഫ് അദ്ദേഹത്തിന്റെ ആ 1-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അവസാനം അദ്ദേഹം ആ ലൈനിൽ കാണുന്നത്, ദൈവം ആയിരിക്കാനായിട്ട് കഴിയില്ല, ദൈവത്തിന് ബ്ലിസ്ഫുൾ ആയിരിക്കാനായിട്ട് കഴിയില്ല, ദൈവത്തിന് ജോയ്ഫുൾ ആയിരിക്കാനായിട്ട് കഴിയില്ല. അതാണ് പ്രധാന പ്രശ്നം. ചട്ടമ്പി സ്വാമികൾ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവൻ സച്ചിദാനന്ദനാണ്. അന്തിമമായിട്ട് അവരുടെ നിർവചനം എന്ന് പറയുന്നത് ദൈവം ആനന്ദമയനാണ് എന്നുള്ളതാണ്. ദൈവം ആനന്ദമയനാണെങ്കിൽ ആനന്ദത്തിൽ എന്തെങ്കിലും അഭാവമുള്ളത് കൊണ്ടല്ലേ എന്തെങ്കിലും ക്രിയ ചെയ്യേണ്ടതായിട്ട് വീഴുന്നത്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് ദൈവം നിഷ്ക്രിയനാണ്, അവനൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് അദ്വൈതം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ അല്ലെങ്കിൽ ആനന്ദത്തിന് എന്തോ അഭാവം വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അപ്രകാരം തെറ്റായൊരു ചിന്തയിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഈ ചോദ്യം ഉയർത്തുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഹൈന്ദവ തത്വചിന്തകന്മാര് മാത്രമല്ല, പുരാതന അല്ലെങ്കിൽ സമകാലികന്മാരായിട്ടുള്ള അക്രൈസ്തവ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും, തത്വജ്ഞാനികളിൽ ഭൂരിപക്ഷവും ചിന്തിച്ചിരിക്കുന്നത് അന്തിമമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതൊരു ആനന്ദമാണ്, ബ്ലിസ്ഫുൾനെസ് ആണ്. അന്തിമമായ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. യുഡോണിമിയ എന്നായിരുന്നു ഗ്രീക്ക് തത്വചിന്തകന്മാര് അതിന് പറഞ്ഞിരുന്നത്. അത് ഹൈന്ദവര് മറ്റുള്ള പുരാതന സംസ്കാരങ്ങളെ പോലെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പുരാതന സംസ്കാരങ്ങളിൽ തിരിച്ചു ചിന്തിച്ചിരുന്നത് എബ്രായ ബൈബിള് മാത്രമാണ്. അവര് അന്തിമമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആനന്ദമല്ല, സ്നേഹമാണ് എന്നുള്ളതാണ്.
അതിന്റെ പൂർണ്ണതയിലേക്ക്, ആ കാഴ്ചപ്പാടിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരുന്നത് പുതിയ നിയമത്തിലാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ട് ജീവിത പാതകളാണ് നമുക്ക് മുന്നിൽ തരുന്നത്. നമുക്കറിയാം 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം ആനന്ദമയനാണെന്നല്ല, ദൈവത്തിന് സന്തോഷമുണ്ട്, ദൈവത്തിന് ആനന്ദമുണ്ട്. എന്നാൽ അന്തിമമായി ദൈവത്തിനെ നമ്മൾ നിർവചിക്കുമ്പോൾ ദൈവം സച്ചിദാനന്ദൻ എന്നല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. ഉദാഹരണത്തിന് ദൈവം ആനന്ദമയൻ മാത്രമാണെങ്കിൽ ആ ദൈവത്തിന് യാതൊരു എന്ത് കണ്ടാലും വേദനിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഷ്ടത കാണുമ്പോൾ കണ്ണുനീര് തൂകാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. കണ്ണുനീര് ഒപ്പുവാൻ മാത്രമല്ല, താൻ തന്നെ കണ്ണുനീര് തൂകുവാൻ കഴിയുന്ന ദൈവമാണ് എന്നുള്ളത് ലാസറസിനെ മരിച്ചുയർപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് നമുക്ക് വേദനിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളത്. ദുഃഖിപ്പിക്കുകയോ അന്തിമമായി ദൈവത്തെ ദുഃഖിപ്പിക്കുകയോ അത് അസാധ്യമാണ് ഹിന്ദു മതത്തിന്. കാരണം യാതൊന്നിലും താല്പര്യമില്ലാതെ, മറ്റൊന്നിന്റെയും ആവശ്യമില്ലാതെ ഇരിക്കുന്നതായ ഒരു ദൈവമാണ് അവരുടെ സങ്കല്പത്തിലുള്ളത്. ആനന്ദമയനാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിലെ ദൈവം അപ്രകാരമല്ല. വിശുദ്ധ ബൈബിളിലെ ദൈവം നമ്മളോടുള്ള സ്നേഹത്തിൽ അവൻ വേദനിക്കുന്ന ദൈവമാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ വേദനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരാൾ ആനന്ദമയനാണ്, ജീവിതത്തിൽ നമ്മുടെ ആനന്ദമാണ് ലക്ഷ്യമെങ്കിൽ അത് നമുക്ക് സാധ്യമായിരിക്കുന്നത് നമ്മൾ ഇൻഡിഫറന്റ് ആയിട്ട്, നിർവികാരനായിട്ട്, മറ്റൊന്നിനെ പറ്റിയും ചിന്തയില്ലാത്തവനായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഭഗവത്ഗീത അതിന്റെ 18:23 ഈ ട്രാൻസ്ലേഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നാണ്. അല്ലാടി മഹാദേവ ശാസ്ത്രി ശങ്കരാചാര്യ ഭാഷ്യത്തോടു കൂടിയുള്ള ഗീതയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. അത് ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ആൻ ആക്ഷൻ വിച്ച് ഈസ് ഓർഡൈൻഡ്, വിച്ച് ഈസ് ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, വിച്ച് ഈസ് ഡൺ വിത്തൌട്ട് ലവ് ഓർ ഹേറ്റഡ് by one not desirous of the fruit, that action is declared to be sacred. ഇവിടെ പറയുന്നത് ഒരു കർമ്മം ചെയ്യുന്നുവെങ്കിൽ, ഒരു ക്രിയ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടത് അതിൽ സ്നേഹവും പാടില്ല, വെറുപ്പും പാടില്ല, വിദ്വേഷവും പാടില്ല എന്ന് പറഞ്ഞാണ്. ഇതിനാണ് നമ്മൾ പറയുന്നത് അപ്പതി എന്ന്. യാതൊന്നിനെയും പറ്റിയും യാതൊരു ചിന്തയും ഇല്ലാതിരിക്കുന്നതായ. ഇന്ന് സമകാലികരായ ഹൈന്ദവ പണ്ഡിതന്മാർ അതിനെപ്പറ്റി ഒരുപക്ഷെ എതിർപ്പെന്ന് വരും. അവർ പറയുമായിരിക്കും ഇത് ഇക്വിനാമിറ്റിയാണ്, അല്ലാതെ ഇൻഡിഫറൻസ് അല്ല, ഇത് അപ്പതിയല്ല എന്ന് പറയുമായിരിക്കും. എന്നാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ പറയുന്നത് സ്നേഹമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഫലം എന്ത് തന്നെയായിരുന്നാലും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് മാത്രമായിരുന്നുവെങ്കിൽ അതൊരു വെർച്യുവായിട്ട് നമുക്ക് കാണാമായിരുന്നു, അതൊരു നന്മയായിട്ട് കാണാമായിരുന്നു. എന്നാൽ സ്നേഹമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് യാതൊരു വിധത്തിലും അത് ഗുണകരമല്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമുക്കറിയാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മളോട് വളരെ പറയുന്നത് സ്നേഹമില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താലും, ദേഹം തന്നെ ചുടുവാൻ കൊടുത്താലും അതൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കണം, ഹൈന്ദവ ചിന്തകന്മാരെ പോലെ തന്നെ പുരാതന ഗ്രീക്ക് ചിന്തകന്മാരും അപ്പതിയെ അവരൊരു നന്മയായിട്ടാണ്, ഗുണമായിട്ടാണ്, ഏറ്റവും അന്തിമമായിട്ട് നമ്മൾ കണക്കിലാക്കേണ്ട ഒരു ഗുണമായിട്ട് തന്നെയാണ് ഇപ്പൊ പഠിപ്പിച്ചിരുന്നത്. കാരണം അങ്ങനെ നമുക്ക് നമ്മുടെ സന്തോഷം നിലനിർത്താനൊക്കെ ഒക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ളവർ വേദനിക്കുമ്പോൾ നമ്മളും വേദനിക്കും, നമ്മൾ അടുത്തുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദുഃഖിക്കും. അപ്പൊ അതൊന്നുമില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അപ്പതി, ഇൻഡിഫറൻസ്, അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്നുള്ള ചിന്തയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സന്തോഷം നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. ഗോഡ് ഓഫ് എംപവറിംഗ് ലവ്, എ ഹിസ്റ്ററി ആൻഡ് റീകൺസെപ്ഷൻ, ചാപ്റ്റർ 7 വിക്ടറി ഓഫ് സ്റ്റോയിക് ഗോഡില് ഡേവിഡ് പോൾക്ക് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റോയിക്സ് ഡോക്ട്രിൻ ഓഫ് ഗോഡ് ഇറ്റ്സെൽഫ് സോ മച്ച് ആസ് ദി എത്തിക്സ് ഓഫ് സ്റ്റോയിസം ഇമ്പോസ്ഡ് അപ്പോൺ ദ ഡിവൈൻ ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു ബി അട്ടർലി ട്രാങ്ക്വിൽ, ഇതൊക്കെ ഹിന്ദുയിസം പറയുന്നതാണ്, അൺഅഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ എക്സിജൻസീസ്, നോൺ അറ്റാച്ച്ഡ്, ഡിസ്ഇൻട്രസ്റ്റഡ്, ഇൻ ഷോർട്ട് അപ്പതറ്റിക്, അപ്പതിയ. ഇതാണ് ഗ്രീക്കുകാരും അവരുടെ ദിവ്യന്മാരെ പറ്റി അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ പറ്റിയൊക്കെ ചിന്തിച്ചിരുന്നത്. മനുഷ്യനെ പറ്റിയും ദൈവത്തെ പറ്റിയും അന്തിമമായി ദൈവം എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെയാണ് അനുകരിക്കേണ്ടവനാണ്. അന്തിമമായിട്ട് മനുഷ്യനും നിർവികാരകനായിട്ട് അതിനെ പറ്റി ചിന്തയില്ലാതായിട്ട് അപ്പതി ഒരു വലിയ വെർച്യുവായിട്ടാണ് കണ്ടിരുന്നത്.
എന്നാൽ ബൈബിളാണ് ഇതിനെ സ്നേഹമെന്ന് തിരുത്തിയത്. ബൈബിള് സ്നേഹമെന്ന് തിരുത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ സ്നേഹത്തെപ്പറ്റി അതുകൊണ്ട് തന്നെ അഗാധമായ ചിന്തകളൊന്നും മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളും പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നത് സ്നേഹം ഒരു വികാരം മാത്രമാണ് എന്നുള്ളത്. കാരണം അതിനെപ്പറ്റി ആൾക്കാർ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാനായിട്ട് അവർ സമയം കണ്ടെത്തിയിട്ടില്ല. ഇതിനെപ്പറ്റി അമേരിക്കൻ ഫിലോസഫറായ നിക്കോളാസ് വാൾട്ടർസ്റ്റോഫ് അദ്ദേഹത്തിന്റെ യുണൈറ്റഡ് ഇൻ ലവ് എസേസ് ഓൺ ജസ്റ്റിസ്, ആർട്ട് ആൻഡ് ലിറ്ററസി എന്ന പുസ്തകത്തിൽ ഇദ്ദേഹം ഒരു ക്രൈസ്തവ പണ്ഡിതൻ കൂടിയാണ്. സെക്യുലർ അക്കാഡമിക് തലത്തിൽ വർക്ക് ചെയ്ത ഒരു മഹാപണ്ഡിതനാണ്. ക്രൈസ്തവ ദർശനം അദ്ദേഹത്തിന്റെ സെക്യുലർ പഠനങ്ങളിലൂടെ അദ്ദേഹം ലോകത്തെ വരച്ചു കാണിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന് രണ്ട് വാക്കുകള്, രണ്ട് കൺസെപ്റ്റ് ഇന്ന് പ്രധാനമാണ്. ഒന്ന് സ്നേഹവും രണ്ട് ന്യായവും. ഈ ന്യായം എന്ന് പറയുന്നത് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ നിന്നും എബ്രായ സംസ്കാരങ്ങളിൽ നിന്നും ഒരുപോലെ ലഭിച്ചതായ ഒരു സമ്പത്താണ് അവർക്ക്. അതുകൊണ്ട് രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും എന്ത് ന്യായത്തെപ്പറ്റി പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് സംസ്കാരങ്ങളിലും നോക്കിയാണ് ഇന്നത്തെ പാശ്ചാത്യ സംസ്കാരം നിലനിൽക്കുന്നത്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ ചർച്ച ചെയ്യാത്തതും എബ്രായ പ്രവാചകന്മാരെ എബ്രായ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് ലഭിച്ചതുമായ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ ക്രൈസ്തവ പണ്ഡിതന്മാരുടെയും ക്രൈസ്തവ ചിന്തകരുടെയും ദൗത്യമായിട്ട് മാറിയിരിക്കുകയാണ് സ്നേഹത്തെപ്പറ്റി കൃത്യമായ നിർവചനം കൊടുക്കുക എന്നുള്ളത്. ഇതിനെപ്പറ്റി പല പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആ പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് വളരെ പ്രസിദ്ധമായ അഗാപ്പെ ആൻഡ് എറോസ് എന്ന പുസ്തകം എന്നുള്ളത്. അഗാപ്പെ ആൻഡ് എറോസ് എന്ന് പറഞ്ഞ ബിഷപ്പ് ആൻഡ്രസിന്റെ പുസ്തകം വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അത് പൂർണ്ണമായി ബിബ്ലിക്കലല്ല. അത് ബൈബിൾ പരമായിട്ട് അനേക തെറ്റുകൾ, ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ തെറ്റായിട്ടുള്ള നിർവചനങ്ങളാണ് അദ്ദേഹം അഗാപ്പയ്ക്കൊക്കെ നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം അഗാപ്പയെ പറ്റി അതിന്റെ 1-ാം അധ്യായത്തിൽ പറയുന്നത് അത് സ്പോണ്ടേനിയസ് ആണ്, അൺമോട്ടിവേറ്റഡ് ആണ്, അൺകാൽക്കുലേറ്റിംഗ് ആണ്, അൺലിമിറ്റഡ് ആണ്, അൺകണ്ടീഷണൽ ആണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പറയുന്നത് അത് അൺമെറിറ്റഡ് ആണ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത് അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം അത് നീതിയെ പലപ്പോഴും അത് ലംഘിക്കുന്നതാണ് എന്ന് പോലും പറയുന്നുണ്ട്. ഈ നിർവചനങ്ങളൊക്കെ കേൾക്കാൻ വളരെ സുഖമുള്ളത് കൊണ്ടായിരിക്കാം അനേകർ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് തെറ്റായ ഒരു നിർവചനമാണ്. ബൈബിളിലെ വാക്യങ്ങളനുസരിച്ച് നമുക്ക് അപ്രകാരം നിർവചിക്കാനായിട്ട് സാധ്യമല്ല. നിക്കോളാസ് വാൾട്ടർസ്റ്റോഫ് തന്നെ ബിഷപ്പ് ആൻഡ്രസിന്റെ ഈ ഒരു നിർവചനത്തെ വളരെ കർശനമായിട്ട് എന്നാൽ വളരെ ഗഹനമായിട്ട് അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ ഒരു സംഗ്രഹം ഞാൻ തരികയാണ്. കാരണം ഇത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹമെന്ന് പറയുന്നത് അടിസ്ഥാനവും ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള കേന്ദ്രവുമായിട്ടുള്ള ഒരു മൂല്യമാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിക്കോളാസ് വാൾട്ടർസ്റ്റോഫ് ബിഷപ്പ് ആൻഡ്രൂസിന്റെ നിർവചനം എടുത്തുകൊണ്ട് പറയുന്നത്, ഉദാഹരണത്തിന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് രണ്ട് മുഖ്യ കൽപ്പനകളായിട്ട് നമ്മളെ പഠിപ്പിച്ചു. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അഗാപ്പെ ലവ് അൺമെറിറ്റഡ് ആണെങ്കിൽ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് അൺമെറിറ്റഡ് ആയിട്ട് സ്നേഹിക്കുന്നത്? അഗാപ്പെ ലവിൽ സെൽഫ് ഒട്ടുമേ തന്നെ ഇല്ലെങ്കിൽ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എപ്രകാരമാണ്? നീ തന്നെ ആദ്യം സ്നേഹിച്ചല്ലല്ലേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. അത് മാത്രമല്ല, അഗാപ്പെ ലവിൽ നീതിയെ ഒരു പക്ഷേ അത് തള്ളിക്കളയുമെന്നാണ് ബിഷപ്പ് പഠിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഉപമ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. നമുക്ക് അവിടുത്തെ ഉപമ അറിയാം. അവിടെ ഒരു തോട്ടക്കാരന് തന്റെ തോട്ടത്തില് ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്കാരെ അന്വേഷിച്ചു പോയി. അദ്ദേഹം ആ ദിവസത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ചില ജോലിക്കാരെ അവിടെ ആക്കിയപ്പോൾ തന്നെ അവരുടെ ശമ്പളം അവരുടെ നിശ്ചയിച്ചു. അക്കാലത്തെ ഒരു ശമ്പള രീതി അനുസരിച്ച് അതൊരു ദിവസത്തെ ശമ്പളമാണ്. അത് കഴിഞ്ഞിട്ട് ആ ദിവസത്തിന്റെ തന്നെ പല സമയങ്ങളിലായിട്ട് അദ്ദേഹം ആ മാർക്കറ്റ് പ്ലേസിലൊക്കെ പോയി അവിടെ നിന്നവരെയൊക്കെ അവരോട് നിങ്ങൾ വെറുതെ നിൽക്കാതെ പോയി ജോലി ചെയ്യാൻ പറഞ്ഞ് അവരും വന്ന് ഈ തോട്ടത്തിൽ ജോലി ചെയ്തു. അവസാനത്തെ ആ മണിക്കൂറിൽ വരെ വന്ന് ആൾക്കാര് പുതിയതായിട്ട് വന്ന് ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. ആ ദിവസത്തെ പണി മുഴുവൻ കഴിഞ്ഞു. അന്ന് ഏറ്റവും അവസാനം വന്നവർക്ക് അദ്ദേഹം ആ ദിവസത്തെ ശമ്പളം മുഴുവൻ കൊടുത്തു. അപ്പോൾ ആദ്യം വന്നവര് അദ്ദേഹത്തോട് മറുവിർത്തു എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു മറുപടി നോക്കണം. അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. കാരണം ഒരു ദിവസത്തെ ദിവസക്കൂലി അവരോട് നിശ്ചയിച്ചതാണ്. ആ നിശ്ചയിച്ച ഒരു ദിവസത്തെ ദിവസക്കൂലി അവർക്ക് കൊടുത്തു. ബാക്കിയുള്ളവർക്ക് നിശ്ചയിക്കാത്തത് അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അവിടെ നീതിയെ നിഷേധിച്ചിട്ടില്ല.
നീതി എന്ന് പറയുന്നത് അവൻ ഓരോരുത്തരുടെയും ഡ്യൂ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് വന്നവർക്ക് അവരുടെ ഡ്യൂ കിട്ടി. അതുകൊണ്ട് തന്നെ അതിൽ അന്യായമില്ല, അനീതിയില്ല. എന്നാൽ ബിഷപ്പ് ആൻഡ്രൂസ് പറയുന്നത് അവിടെ അന്യായം ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിള് കൃത്യമായി അവിടെ അന്യായം ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് ബിഷപ്പ് ഇത്രകാലം വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഓർക്കണം. ഇവിടെയാണ് ബിഷപ്പ് തെറ്റിപ്പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർവചനം കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും അത് ബിബ്ലിക്കലല്ല. ബിബ്ലിക്കലായിട്ട് നമ്മൾ സ്നേഹത്തെ നിർവചിക്കുമ്പോൾ എപ്രകാരമാണ് നിർവചിക്കേണ്ടത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ പുതിയ നിയമത്തിൽ പലപ്പോഴും വരുമ്പോൾ അത് പഴയ നിയമത്തിന്റെ ഉദ്ധരണികളായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഉദ്ധരണികളായിട്ട് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഉദ്ധരണിയുടെ പശ്ചാത്തലം അന്വേഷിച്ച് നമ്മൾ പഴയ നിയമത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥം കിട്ടും. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അഗാപ്പെ എന്നുള്ള വാക്ക് ഈ എബ്രായ ബൈബിള് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, സെപ്റ്റിജനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അഗാപ്പെ എന്നുള്ള വാക്ക് അവര് സ്നേഹത്തിന് ഉപയോഗിച്ചു. അതുകൊണ്ട് സെപ്റ്റിജനിൽ എപ്രകാരം അത് അഗാപ്പെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് പുതിയ നിയമത്തിലെ അഗാപ്പെ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സഹായകരമാണ്. ഞാൻ പറഞ്ഞു ഉദ്ധരണികൾ എടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ നിന്നെ സ്നേഹിക്കുക എന്നുള്ളത് എടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നാണ്. 19-ാം അധ്യായത്തിന്റെ അതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കാം. നിന്റെ അയൽക്കാരനെ നമുക്കറിയാം, നിന്റെ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിന്റെ അയൽക്കാരനെ ചതിക്കരുത് എന്നുള്ളത്, അവന്റെ ന്യായമായിട്ടുള്ള കൂലി കൊടുക്കണം, അത് നിന്റെ കയ്യിൽ വെച്ചേക്കരുത് എന്നുള്ളത്, നീതി കൃത്യമായിട്ട് നടത്തണമെന്നുള്ളത്, പരദൂഷണം പറയരുത് എന്നുള്ളത്, നിന്റെ അയൽക്കാരനെ വെറുക്കരുത് എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ അവിടെ കാണാവുന്നതാണ്. അവിടെ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ആ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അത് എപ്രകാരമാണ് എന്നുള്ളത് അതിന്റെ മേളിൽ പറഞ്ഞിരിക്കുന്നതും അതിന് തുടർന്നുള്ള പറഞ്ഞിരിക്കുന്നതുമായ ഭാഗമാണ്. അപ്പോൾ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നീതിയുണ്ട്, ന്യായമുണ്ട്, ദയയുണ്ട്, കരുണയുണ്ട്. ഇതെല്ലാം കൂടി ഉള്ളതാണ് സ്നേഹം എന്ന് പറയുന്നതായ കുറിച്ച്. അല്ലാതെ അതൊരു വെറും ഒരു അഫെക്ഷൻ അല്ല. അത് നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. ശത്രുക്കളെ എങ്ങനെയാണ് നമുക്കതൊരു സ്നേഹിക്കാനായിട്ട്? ഒരു വികാരം മാത്രമാണെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് സാധ്യമല്ലല്ലോ. എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ ഒക്കെ തെറ്റിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അവന് തിരിച്ച് അവന്റെ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അവന് നഷ്ടപ്പെട്ടതായ അവന്റെ വസ്തുവകകൾ നമ്മൾ തിരിച്ചു കൊടുക്കുക, കണ്ടെത്തിയാൽ അതിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ്. അതേപോലെ തന്നെ പ്രൊവേബ്സില് ഈ സദൃശ്യവാക്യം 25-ന്റെ 21-ല് ശത്രുവിന് വിശക്കുകയോ ദാഹിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവന് കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ശത്രുവിനോടൊരു വേറൊരു വികാരം തോന്നുക എന്നുള്ളതല്ല നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ സ്നേഹം ഇന്നത് ചെയ്യുന്നില്ല, സ്നേഹം ഇന്നത് ചെയ്യുന്നു, സ്നേഹം ഇന്നത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്നേഹത്തെ ഒരു വ്യക്തിയായിട്ട് പോലുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് സ്നേഹം സകല നന്മകളെയും ഒരുമിച്ച് നിർത്തുന്നതായ ആ കേന്ദ്ര ബിന്ദുവാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമില്ലെങ്കിൽ നീതിയും സ്നേഹമില്ലെങ്കിൽ കരുണയും ഒക്കെ ഒന്നുമല്ലാതെ ആയി മാറിയിരിക്കുകയാണ്. അതിനൊക്കെ ഒരു ലക്ഷ്യമില്ലാതെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹവലയത്തിലേക്ക് നമ്മൾ വന്ന് ആ സ്നേഹം നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതൊന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഹൈന്ദവ തത്വചിന്തകന്മാരുടെ, അത് ശങ്കരാചാര്യരാണെങ്കിലും രാമാനുജാചാര്യരാണെങ്കിലും മധുവാചാര്യരാണെങ്കിലും അവരെല്ലാം പഠിപ്പിച്ചത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ സൃഷ്ടികളെല്ലാം വന്നിരിക്കുന്നത് ബ്രഹ്മാവിന്റെ ഒരു ലീലാവിലാസമാണ്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ നൃത്തം ചെയ്യുന്നത് പോലെയാണ്, ഒരു രാജാവ് കളിക്കാൻ പോകുന്നത് പോലെയാണ്. അതാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? അതോ ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹം കൊണ്ടാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണോ നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് വെറും ഒരു തത്വചിന്തയോ വെറും ഒരു ഉത്തരവോ മാത്രമല്ല. നമ്മുടെ മതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ ഇത് മാറ്റാനായിട്ട് സാധിക്കും. കാരണം സ്നേഹമാണ് നമ്മുടെ അന്തിമമായ ലക്ഷ്യമെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? വിധവകളെ സന്ദർശിക്കുകയും അനാഥരെ ചെന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള മതം
യഥാർത്ഥത്തിലുള്ള റിലീജിയൻ എന്നും യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ഭക്തി എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ അനന്തര ഫലമായിട്ടാണ് ക്രൈസ്തവ സംസ്കാരങ്ങളിലാണ് ആദ്യമേ കരുണയുടെയും ദയയുടെയും സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. 14-ാം നൂറ്റാണ്ടിൽ നമ്മൾ ആലോചിക്കണം, ഇന്നല്ല, 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. അന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ഇന്നത്തെ പോലെ ഹോസ്പിറ്റലുകൾ ബിസിനസ് അല്ല. അന്ന് ഡൊണേഷൻ മുഖാന്തരമാണ് ഹോസ്പിറ്റലുകൾ നടക്കുന്നത്. അപ്രകാരമുള്ള ഒരു കാലഘട്ടത്തില് ഹൗ ക്രിസ്ത്യാനിറ്റി ചേഞ്ച് ദ വേൾഡ് എന്നുള്ള സോഷ്യോളജിസ്റ്റ് ആൽവിൻ നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഇംഗ്ലണ്ടിൽ മാത്രം അന്ന് 600 ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. 4 മില്യൺ ആൾക്കാരുള്ള ഇംഗ്ലണ്ടിൽ മാത്രം അന്ന് 14-ാം നൂറ്റാണ്ടിൽ 600 ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ അതിലധികവും. ബ്രിട്ടീഷുകാര് ഹോസ്പിറ്റലുകളെ ദൈവത്തിന്റെ ഭവനമെന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ആ 14-ാം നൂറ്റാണ്ടില് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലം എന്ന് പറയുന്ന ചെറിയ ഹോസ്പിറ്റലുകളും നിലവിൽ വന്നു. ഇതൊക്കെ 14-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യമാണ്. ഈ 14-ാം നൂറ്റാണ്ടില് ഇപ്രകാരം ഇത്രയധികം ഹോസ്പിറ്റലുകൾ അന്നവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭാരതദേശം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടാവും? ഒന്നെങ്കിലും കൃത്യമായിട്ടുണ്ടാവും. നമ്മൾ ഓർക്കണം, ഇതാണ് ഈ മഹാവ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് ഈ മഹാവ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അന്തിമമായ ലക്ഷ്യം അന്തിമമായ ലക്ഷ്യം ആനന്ദം മാത്രമാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയല്ല. എന്നാൽ സ്നേഹമാണ് അന്തിമ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കരുണയുടെ സ്ഥാപനങ്ങൾ ഒക്കെ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചട്ടമ്പി സ്വാമികളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ എതിർപ്പുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? അത് വെറും ലീലാവിലാസമല്ല, അത് വെറും ഒരു കളി പോലെയല്ല, അത് വെറും ഒരു ഭ്രാന്തന്റെ നൃത്തം പോലെയല്ല. ദൈവം തന്റെ സ്നേഹവലയത്തിലേക്ക് നമ്മളെയും സ്വീകരിച്ചതിന്റെ ലക്ഷ്യമാണ് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്നത്. എത്ര മഹത്വകരമായ ഒരു ലക്ഷ്യമാണ്, പർപ്പസാണ് നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ഈ അധ്യായത്തിലെ മറ്റു ചോദ്യങ്ങൾക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിലും അതിന്റെ അടുത്ത എപ്പിസോഡിലുമായിട്ട് നമ്മൾ മറുപടി നൽകുന്നതാണ്. കാരണം ചെറിയ ചെറിയ എപ്പിസോഡുകൾ കൊണ്ടുവരുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഈ ചെറിയ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ സമയം ധാരാളമായിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ചോദ്യങ്ങൾ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, ഇതേ 1-ാം അധ്യായത്തിലെ അടുത്ത ചോദ്യം, ആദാമിന്റെ ഹവ്വയും അവര് അജ്ഞരായിട്ടാണോ അവരെ സൃഷ്ടിച്ചിരുന്നത്? അതേപോലെ തന്നെ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.